തെരഞ്ഞെടുപ്പ് കാലമായപ്പോ സകലമാന ആക്രികളും പുട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ ആക്രിയാക്കിയ ചിലരുണ്ടല്ലോ. വട്ടിയൂർക്കാവിൽ മത്സരിച്ച ആക്രി, അതായത് സ്വന്തം പോസ്റ്റർ ആക്രിക്കടയെ കൊണ്ടുപോയി തൂക്കി വിറ്റു. അതായത് നേതാവിനെ എങ്ങനെയാണോ കോൺഗ്രസ്സുകാർ പരിഗണിച്ചിരുന്നത് എന്നതിന്റെ തെളിവായിരുന്നു. ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ആ വ്യക്തിയെ അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ള നിലയ്ക്ക് ഈ കാണുന്ന മുതലിനെ അന്ന് തന്നെ അവർ ആക്രിക്ക് തൂക്കി വിറ്റു എന്നതിന്റെ തെളിവായിരുന്നു പോസ്റ്ററുകൾ മുഴുവൻ കണ്ടെത്തിയത്. കോൺഗ്രസ്സുകാരുടെ സങ്കല്പത്തിലുള്ള ആ ആക്രിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് അവർ കരുതിയിരുന്നു. എന്താണ് വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ അത് VS ശിവകുമാറിന് മാത്രമേ അറിയാവുള്ളൂ. കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും ഈ മഹതിയുടെ അർഹത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലമായപ്പോ വീണ്ടും ക്യാമറകൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ചുരിദാർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, MLA സ്ഥാനം ആകാൻ വേണ്ടി, സീറ്റ് ഒപ്പിച്ച് MLA ആകണമല്ലോ, അതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകമാണ്. നിങ്ങൾ കരുതും എന്തോ പ്രതിഷേധം കൊണ്ട് വന്നിരിക്കുകയാണെന്ന്. അല്ല, ക്യാമറകൾ ഉള്ളത് കൊണ്ടാണ് ഉടനടി അവിടെ വന്നിരിക്കുന്നത്. പൊസിഷൻ കറക്റ്റാ കൊടുക്കുന്നു, ഡയലോഗ് അടി അങ്ങ് തുടങ്ങുകയാണ്. ഇതൊക്കെ ഈ നാട്ടിലുള്ളവരെ പണ്ട് പറ്റിക്കാൻ പറ്റിയ തന്ത്രമാണ്. ഇന്നത്തെ കാലത്തും വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ അടിക്കുന്ന ഡയലോഗ് നോക്കിയേ, എന്നിട്ട് കൂടെ ഒരു സപ്പോർട്ടിങ് നടിയും കൂടി ഉണ്ട്.